ഗൈസ്, നമ്മുടെ ആദ്യത്തെ മണാലി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് നമ്മൾ മണാലിയിലേക്ക് പുറപ്പെടുന്ന ആ ദിവസം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് ബൂട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരുടെയും ബാഗ് അതിലിരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ബൈ റോഡ് വഴിയാണ് കേരളത്തിൽ നിന്നും ചണ്ഡീഗഡ് വരെ വന്നത്. 5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ അന്ന് കേരളത്തിൽ നിന്നും ചണ്ഡീഗഡ് വരെ വന്നത്. ഇന്നിതാ ബൈ റോഡ് വഴി നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ ഞങ്ങൾ മണാലിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബേസിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. വീഡിയോ ഒക്കെ എടുക്കേണ്ടതിനാൽ അഖിൽ സെക്കൻഡ് സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മണാലിയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. ക്യാൻറ്റീന് ഉള്ളിൽ നിന്ന് വെളിയിറങ്ങാൻ തന്നെ 5 കിലോമീറ്റർ ദൂരമുണ്ട്. ക്യാൻറ്റീന് വെളിയിൽ ഇറങ്ങി ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വണ്ടിയിൽ പെട്രോൾ അടിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പെട്രോൾ പമ്പിൽ കയറ്റി 3000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 4000 രൂപയാണ് ഞങ്ങൾ പെട്രോളിന് വേണ്ടി മാറ്റിവെച്ച തുക. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമൊന്നും ഇവിടെ അധികം ട്രാഫിക് കാണാനില്ല. എന്നാൽ 9 മണി കഴിഞ്ഞാൽ ഒടുക്കത്തെ ട്രാഫിക് ആണ്. ഇവിടെ ഓരോ 3 കിലോമീറ്റർ കൂടുമ്പോഴും ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. മണാലിയിലേക്കുള്ള വഴിയെപ്പറ്റി വലിയ നിശ്ചയൊന്നും ഇല്ലാത്തതിനാൽ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ട്രാഫിക് പതിയെ കൂടി വരുന്നുണ്ട്. ചണ്ഡീഗഡിന്റെ വഴിയോരങ്ങളും ഷോപ്പുകളും കണ്ടപ്പോൾ നമ്മുടെ ജോ ചണ്ഡീഗഡിലെയും ബറേലിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുവാൻ തുടങ്ങി. ബേസിലിന്റെ ജോലിസ്ഥലം UP ബറേലിയിലാണ്. അവിടെ നിന്നാണ് അവർ ഇവിടേക്ക് വന്നത്. അങ്ങനെ ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവച്ചു. ഒരു ദിവസം അവർ ബറേലി തെരുവുകളിലൂടെ ഒരു 2 വീലറിൽ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ജോയിയുടെ ഹെൽമെറ്റിന് പുറത്ത് എന്തോ വലിയ ദ്രാവകം വീണതുപോലെ ജോയ്ക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ബേസിൽ വണ്ടി സൈഡ് ഒതുക്കി. ഹെൽമെറ്റ് തലയിൽ നിന്നും എടുത്തു നോക്കിയപ്പോൾ ഹെൽമെറ്റിന് പുറത്ത് ചുവന്ന നിറത്തിലുള്ള എന്തോ ഒരു ദ്രാവകം പറ്റിയിരിക്കുന്നു. ആരോ എന്തോ ചവച്ച് തുപ്പിയതാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. UP പല സ്ഥലങ്ങളും അവിടുത്തെ ജനങ്ങളും ഇപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.